ഒരു പോയിന്റിൽ നിന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് ചന്ദനു ഇത്ര പെട്ടെന്ന് ഇത്രയും മാറിയോ എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. സോ ഇവൻ എങ്ങനെ സ്കൂളിലേക്ക് വിടും, അല്ലെങ്കിൽ ഇവൻ എങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇതാക്കുമെന്നൊക്കെ നമുക്ക് ഭയങ്കര കൺസേൺസ് ആയിരുന്നു. ഞങ്ങളൊരു ന്യൂക്ലിയർ ഫാമിലി ആയതുകൊണ്ട് തന്നെ എവിടെ പോകുമ്പോഴും ഒഫീഷ്യൽ അൺഒഫീഷ്യൽ, ഒരു മരിച്ച വീട് ജനിച്ച വീട്, അങ്ങനെ എവിടെ പോകുമ്പോഴും മോനെയും കൊണ്ടുപോയിട്ടാണ് ഞങ്ങൾ പോയിരുന്നത്. തെറാപ്പി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ വരുന്നത് ആദ്യത്തെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിക്ക് അങ്ങനെ അതൊരു തെറാപ്പിക്കൊരു ആവശ്യമുള്ളൊരു പ്രശ്നമുണ്ടോ എന്നുള്ളതാണ്. ഒരു തെറാപ്പിസ്റ്റിനെ നമ്മളിവിടെ കാണിച്ച സമയത്ത് അവർ പറഞ്ഞു ഇങ്ങനെ കുറച്ച് ഡിലേസ് ഉണ്ട്, നെയിം കോളിംഗ് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, സെൻസറി ഇഷ്യൂസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഓക്കെ എന്നാൽ പിന്നെ അത് ഏർലി ഡിറ്റക്ട് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് തുടങ്ങാം, എന്നാൽ പിന്നെ അത്രയും പ്രശ്നം വരില്ല, ഓവർ എ പീരിയഡ് ഓഫ് ടൈം അത് ശരിയായിക്കോളും എന്ന് പറഞ്ഞു. പ്രയത്നയിൽ വരുമ്പോഴത്തെ ചന്ദുവിനെ പറ്റി പറഞ്ഞാൽ ഈ പറഞ്ഞ വേർഡ്സ് അവൻ്റെ വൊക്കാബുലറി വളരെ കുറവായിരുന്നു. പക്ഷെ ഓഫ് കോഴ്സ് നമുക്ക് ആസ് പാരൻസ് നമുക്ക് അവനെ മനസ്സിലാവും, അവൻ്റെ ആവശ്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ബട്ട് വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ, നമ്മളില്ലാത്തൊരു സ്ഥലത്ത് പോകുമ്പോൾ അവൻ്റെ ക്ലോസ് ഇമ്മീഡിയറ്റ് ആൾക്കാരല്ലാത്തവർക്ക് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. ഒരു സെൻറ്റർ നമുക്ക് മതിയാവാതെ വരും, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പതുക്കെ മാറ്റി അടുത്ത സെൻറ്ററിൽ എന്തെങ്കിലും നന്നാവും എന്ന് വിചാരിച്ചിട്ട് അവിടേക്ക് കൊണ്ടുപോകും. അങ്ങനെ 2-3 സെൻറ്റേഴ്സിൽ കൊണ്ടുപോയതിന് ശേഷം അവസാനമാണ് നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് പ്രയത്നയിൽ വന്നെത്തിയിട്ടുള്ളത്. പ്രയത്നയിലെ എല്ലാ തെറാപ്പിയുടെയും എടുത്തു പറയേണ്ട ഒരു പോയിന്റ്, എല്ലാം വളരെ സ്ട്രക്ചേർഡ് ആണ്. സോ നമുക്കതിലൊരു കൺഫ്യൂഷൻ ഇല്ല. ഇതിലെങ്ങനെ നമ്മുടെ റോൾ ഈസ് വെരി ക്ലിയർലി മെൻഷൻ. നമുക്ക് ക്ലിയർലി മനസ്സിലാവും നമ്മൾ എങ്ങനെ അവരെ തെറാപ്പിസ്റ്റിനെയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ക്ലിയർ ആയിരുന്നു. സോ നമുക്കും അതൊരു ഭയങ്കര ഓഫ് കോഴ്സ് നമ്മൾ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആവണം അതിൽ. തെറാപ്പിസ്റ്റിൻ്റെയും കുട്ടിയുടെയും പോലെ തന്നെ നമ്മുടെ ഇൻവോൾവ്മെൻറ്റും 100% ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിൻ്റെ റിസൾട്ട് വളരെ ഫാസ്റ്റാണ്. പ്രയത്നത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ചന്ദ്രുവിനെ കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല വന്നത്. ഞാനൊരു ക്രിയേറ്റീവ് പേഴ്സണാണ്, ഞാനൊരു ക്രിയേറ്റീവ് പ്രൊഡ്യൂസറാണ്. ഒരു അഡ്വർടൈസ്മെൻറ്റ് കമ്പനിയുടെ ആവശ്യത്തിന് ജോസഫ് സാറുമായിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഫസ്റ്റ് ഞാൻ പ്രയത്നത്തിൽ വരുന്നത്. അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് ഏത് തരത്തിലുള്ള വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി കുറച്ച് കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നി ജോസഫ് സാറ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ മകനെ പറ്റിയാണെന്ന്. ഈ വീഡിയോ മേക്കിംഗ് എന്നുള്ളൊരു പരിപാടിയുടെ പകുതിയിൽ നിന്ന് ഞാൻ ജോസഫ് സാറിൻ്റെ അടുത്ത് സാർ ഇപ്പം പറഞ്ഞ പല കാര്യങ്ങളും എൻ്റെ മകൻ ഇങ്ങനെ ഗോ ത്രൂ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ജോസഫ് സാറാണ് ഇനീഷ്യേറ്റീവ് എടുത്ത് എൻ്റെ അടുത്ത് ദീപക് അവനെ കൊണ്ടുവരും എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഞങ്ങളിങ്ങനെ 1-2 സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. പറഞ്ഞു കുഴപ്പമില്ല, ഇവിടെ ഒന്ന് നമുക്കൊരു ഇത് നടത്തി നോക്കാം, എന്താ അതിന് പറയുക, അസസ്മെൻറ്റ് നടത്തി നോക്കാം, ഞാനും ഇരിക്കാം, ജോസഫ് സാർ പേഴ്സണലി ഇരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ അടുത്ത ദിവസം വൈഫും ഞാനും കൂടെ അവനെ ഇവിടെ കൊണ്ടുവന്നു, അവൻ്റെ ചേച്ചീനെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊരു അസസ്മെൻ്റൊക്കെ ചെയ്ത് നമ്മൾ അച്ഛനെയും അമ്മയും സിസ്റ്ററിനെയും ഒക്കെ ഒരു ഇൻ്റർവ്യൂ പോലെയൊക്കെ ചെയ്ത് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ജോസഫ് സാർ പറഞ്ഞു അവന് കുറച്ച് സർട്ടൻ തെറാപ്പീസിൻ്റെ ആവശ്യമുണ്ട്. സ്റ്റാർട്ടിങ് വിത്ത് ഓഫ് കോഴ്സ് സ്പീച്ച് തെറാപ്പി വേണം, പിന്നെ ഓക്യുപ്പേഷണൽ തെറാപ്പി OT അത് വേണം. അതിലാണ് തുടങ്ങിയത്. അങ്ങനെ കുറേശ്ശെ ഇവിടെ സ്പീച്ച് തുടങ്ങി, കൂടെ തന്നെ പാരലലി OT തുടങ്ങി. അപ്പം ചില കോൺസെപ്റ്റുകൾ നമുക്ക് ആദ്യമായിട്ടാണ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നത്. അതായത് ഇതുവരെ നമ്മൾ ചെയ്തു വന്നിട്ടുള്ള തെറാപ്പികളിൽ ഞങ്ങൾ ആസ് പേരൻസ് ഞങ്ങളെ കയറ്റിയിരുന്നില്ല. മീൻസ് ഞങ്ങൾ കുട്ടിയെ വിടുന്നു, ആ കുട്ടിയെ കൊണ്ട് അവർ അകത്ത് പോകുന്നു, അവിടെ എന്താണ് നടക്കുന്നത് നമ്മൾ അറിയുന്നില്ല. പലപ്പോഴും കുട്ടിയുടെ കരച്ചിൽ നമ്മൾ പുറത്തിരുന്ന് കേട്ട് 45 മിനിറ്റ് നേരം എന്താണ് അവിടെ സംഭവിക്കുന്നത് അറിയാണ്ട് ടെൻഷനിലൊക്കെ ഇരിക്കുന്ന ഒരു സന്ദർഭമാണ് സാധാരണ കണ്ടിട്ടുള്ളത്. അപ്പോൾ ജോസഫ് സാറും ഇവിടുത്തെ ടീമും ആണ് എൻ്റെ അടുത്ത് പറയുന്നത്, പേരൻസ് നിങ്ങളാണ് ആക്ച്വലി ഈ തെറാപ്പി ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ഞങ്ങളതിനെ എന്താ പറയുക ഒന്ന് ഒരു സ്ട്രക്ചർ ഒരു ഫോർമേഷൻ കൊടുക്കുന്നതേ ഉള്ളൂ. അത് ചെയ്യേണ്ടത് നിങ്ങളാണ്. കാരണം ഏറ്റവും കൂടുതൽ കുട്ടി സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ കൂടെയാണ്. അപ്പോഴാണ് ഞങ്ങളും ആലോചിക്കുന്നത്, ശരിയാണല്ലോ, നമ്മൾ ആസ് പേരൻസ് ആണല്ലോ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ കുട്ടിയെ മനസ്സിലാക്കുന്നതും കുട്ടി ഇത് പറഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യുന്നതും ഒക്കെ നമ്മൾ പേരൻസ് ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോഴാണ്. അപ്പോൾ ആ ഒരു ആംഗിൾ ഞങ്ങൾ അതുവരെ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വിചാരം എന്ന് വെച്ചാൽ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോകുന്ന പോലെ കുട്ടിയെ അകത്ത് റൂമിലേക്ക് ആക്കുന്നു, നമ്മൾ പുറത്തിരുന്ന് ടെൻഷൻ അടിക്കുന്നു. അപ്പോൾ അത് ഒരു 3/4 മണിക്കൂർ കഴിയുമ്പം അവർ കുട്ടിയെ കൊണ്ട് വരുന്നു. കുട്ടി ചില ദിവസം ചിരിച്ചിട്ടായിരിക്കും, മിക്ക ദിവസവും കരഞ്ഞ അവശനായിട്ടായിരിക്കും വരുന്നത്, ചില ഉറക്കമൊക്കെ വരും. അപ്പം കുട്ടിയുടെ റെസ്പോൺസ് ഇതിന് പ്രധാനമാണ്, പേരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇതിന് ഒരു പ്രധാനമാണ്. അല്ലെങ്കിൽ കുട്ടിക്ക് അതൊരു ഒരു ലേണിംഗ് ത്രൂ ഒരു പ്ലേഫുൾ ഇതിലൂടെ ചെയ്യണം. കുട്ടിയെ ഡിസ്റ്റർബ് ചെയ്യാതെ കുട്ടിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കി കുട്ടിക്ക് അതിനുള്ള ഇത്
എടുത്തുകൊണ്ടിരിക്കണം എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം പ്രയത്നയിൽ ഞങ്ങൾ കണ്ട മെയിൻ ഡിഫറൻസ് അതാണ്. അതായത് പേരൻസ് ഇരിക്കണം. അപ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മോർ ദാൻ 50% നമുക്ക് ആശ്വാസമായി കഴിഞ്ഞു. കാരണം കുട്ടി എന്താണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ആക്ടിവിറ്റി ചെയ്യുന്നത്. സ്കൂളിൽ നിന്നാണെങ്കിലും അവൻ്റെ ടീച്ചേഴ്സിൻ്റെ റെസ്പോൺസ്, ബിക്കോസ് നമ്മൾ പീരിയോഡിക്കലി ചോദിച്ചുകൊണ്ടിരിക്കുമല്ലോ, ബിക്കോസ് അവൻ വർത്തമാനം പറഞ്ഞ് തുടങ്ങിയിട്ടില്ല, അപ്പോൾ എങ്ങനെയാണ് ക്ലാസ്സിൽ ഇരിക്കുമോ. ബിക്കോസ് ലാസ്റ്റ് ഇയർ ഞങ്ങൾക്ക് അറിയായിരുന്നു അവൻ്റെ ടീച്ചർ എപ്പോഴും പറയും ഇരിക്കാറില്ല കേട്ടോ. അപ്പോൾ ബട്ട് ഈ ഒരു 6 months കൊണ്ട് അവൻ ക്ലാസ്സിൽ ഫുൾ ടൈം, അതായത് അവൻ്റെ മൊത്തം ക്ലാസ് ടൈമിൽ ഒരു സ്ഥലത്ത് ചെയറിൽ ഇരിക്കാൻ തുടങ്ങി, ആക്ടിവിറ്റിയിൽ പങ്കെടുക്കാൻ തുടങ്ങി, വളരെ നന്നായിട്ട് അവൻ ആക്ടിവിറ്റി ചെയ്യാൻ തുടങ്ങി. എല്ലാം വായിച്ച് മനസ്സിലാക്കി ചെയ്യാന്നുള്ളതല്ല കേട്ടോ, ബട്ട് സ്റ്റിൽ അവൻ്റെ ഏജിലെ കുട്ടികളുടെ കൂടെ ഇരുന്ന് ഇൻട്രാക്ട് ചെയ്ത് അവൻ ചെയ്യുന്ന ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണത്. ബിക്കോസ് ലാസ്റ്റ് ഇയറിൽ സ്കൂളിലൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോസോ ഞങ്ങൾ അങ്ങനെ നോക്കാറില്ല, ബിക്കോസ് എന്തായാലും ഇവൻ അതിൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇവനൊന്നും ചെയ്യാറില്ല. അപ്പോൾ പിന്നെ നമുക്കതിലൊരു അയ്യോ ഇവരില്ലല്ലോ എന്നും. ബട്ട് ഇപ്പോൾ ഓരോ ദിവസവും അവൻ്റെ സ്കൂളിൽ ഒരു വീഡിയോ തോന്നുന്നു ഞങ്ങൾക്കാണ് കൂടുതൽ എക്സൈറ്റ്മെൻറ്റ്, ബിക്കോസ് നമ്മൾ ഇവിടെ കാണാത്തൊരു ചന്ദ്രനും ഞങ്ങൾ അവിടെ കാണുന്നത്. സോ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഗോസ് ടു പ്രയത്നം.